ദൈവത്തിന് സ്തോത്രം. ഈ മനോഹരമായ നല്ല ഈ രാത്രികാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാലെ ഈ അനുഗ്രഹിക്കപ്പെട്ട ചിക്കാഗോ പ്രയർ ലൈൻ സൂമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസിമാർ പ്രത്യേകാലെ പ്രാരംഭമായി കടന്നു വന്ന് ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ, വിവിധ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസിമാർ, കൂടാതെ ഈ പ്രയർ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതി തുടങ്ങുവാൻ ദൈവം കരങ്ങളെടുത്ത കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ അനീഷ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രാരംഭമായി യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനുമായിട്ട് ചില ആഴ്ചകൾക്ക് മുമ്പാണ് എനിക്ക് പരിചയപ്പെടുവാനും അടിയങ്ങളുടെ സഭയിൽ കടന്നു വരുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും കർത്താവിൻ്റെ ദാസന്റെ ചെറിയ സാക്ഷ്യവും ദൈവത്തിലുള്ളതായ പ്രസംഗം കേൾക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. അതിനുശേഷമാണ് ദൈവദാസനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുവാനും ഇങ്ങനെ ദൈവദാസനോട് പറഞ്ഞ അനുസരിച്ച് ഈ പേർലയിലേക്ക് എനിക്ക് കടന്നു വരുവാൻ എനിക്ക് കർത്താവ് കൃപ ചെയ്തു. കർത്താവ് ദാസൻ ഇങ്ങനെ ഒരവസരം കർത്താവിൻ്റെ ദാസനും ഈ പേർലയിലുള്ള എല്ലാവരും എനിക്ക് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാക്ഷി പറയുവാനുള്ള സമയം എനിക്കില്ല, കാരണം തിരുവചനത്തിന് ശുശ്രൂഷിക്കണമല്ലോ. ഞാൻ സാധാരണയായിട്ട് 45 മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ആളാണ്. കർത്താവിൻ്റെ ദാസ് 30 മിനിറ്റ്, നിങ്ങളുടെ സൂമിന്റെ ക്രമീകരണം അനുസരിച്ച് 30 മിനിറ്റ് സമയമാണ് എനിക്ക് ലഭിച്ചത്. അതിനുള്ളിൽ ചെറിയ ഒരു ആലോചന നിങ്ങൾ മുമ്പാകെ വയ്പ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ, എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം വേർതിരിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലും വിശുദ്ധി പാലിച്ച് കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ആടെ നിന്ന് ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ കർത്താവിന് വേല എത്രത്തോളം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. എൻ്റെ പേര് ജോർജ് തോമസ്, എൻ്റെ വൈഫിൻ്റെ പേര് സോഫി, 2 കുഞ്ഞുങ്ങൾ. മൂത്ത മോൾ ദൈവദാസം പറഞ്ഞതുപോലെ അവളിവിടെ വന്ന് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദൈവവേലയ്ക്ക് വിളികിട്ടി. അങ്ങനെ കർത്താവ് ആ മോളെ ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ വിട്ടു. ബാച്ചലർ ഓഫ് തിയോളജി, പിന്നെ MD ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പിന്നെ അടുത്ത പ്രിപ്പറേഷൻ പോലെ ഡോക്ടറേറ്റ് യെയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് സ്റ്റാൻഫോർഡ് ഹോസ്പിറ്റലിൽ നിന്ന് കൗൺസിലിങ്ങിനും ചാപ്ലിൻസി റെസിഡൻസി എടുത്തിട്ട് കാലിഫോർണിയയിൽ അവിടെ ഏൽപ്പിച്ച ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. 2ാമത്തെ മോളെയും കർത്താവ് ദാസും പറഞ്ഞതനുസരിച്ച് നേഴ്സിംഗ് ആണ്, അതിൽ കർത്താവ് ബിരുദം എടുക്കുവാനൊക്കെ ഇടയാക്കി. ദൈവം എളിയവനായ അടിയനെ ഇത്രത്തോളം നടത്തിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വലിയ സഭയുടെയൊക്കെ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ബഹറിലെ 800 പേരെ ഒക്കെയുള്ള സഭയുടെ പാസ്റ്ററായിട്ട് ഇരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം സഭാചാരത്തിന് പോകാതെ ഞാനൊരു ചെറിയ കൂടിവരവ് എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തുടങ്ങി. അതായത് ഞാൻ പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള അമേരിക്കക്കാരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻ, സ്പാനിഷ്, വൈറ്റ്, ഇവരുടെ ഇടയിൽ ഗാനക്കാർ ഇവിടെ പ്രവർത്തിച്ച് പേഴ്സ് ഇവാഞ്ചലിസ്റ്റ് കൂടെയും ഒക്കെ കണ്ട് പരിചയപ്പെട്ട് അവരെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നുള്ള ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്. ദൈവമക്കൾ പുതിയ ആത്മാക്കളെ എനിക്ക് തരുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഈവൻ തൈവാൻ എന്നുള്ളൊരു കുടുംബം വരെ ഇപ്പൊ എൻ്റെ ചർച്ചയിൽ കടന്നു വരുന്നുണ്ട്. ദൈവമക്കളെ ആ കൂടിയവനെ അനുഗ്രഹിച്ച് പുതിയ ആത്മാക്കളെ ലഭിക്കാനായിട്ട് പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ വീണ്ടും ഈ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ അനീഷിനോടും കുടുംബത്തോടും കർത്താവിൻ്റെ ദാസിയോടും ഉള്ള എൻ്റെ അകമഴിഞ്ഞ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുന്നു. അതിനെ ആധാരമാക്കിയാണ് ഞാൻ വചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വാക്യമാണ് ഞാൻ വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 1 to 11. അവൻ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ചുമയുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവേൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു.
അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകളുടെ കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സവതി മക്കൾക്കും ആവണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവരെ അനുഗമിച്ചു. വായിച്ചതായ ദൈവത്തിന്റെ വചനം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നതായിരുന്നു. വളരെ പരിമിതമായൊരു ദൈവവചനമാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ വായിച്ചത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയമാണ് ഈ ശിഷ്യന്മാരെ കർത്താവ് ഓരോരുത്തരായിട്ട് വിളിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയം എന്ന് തന്നെ പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതായത് യോഹന്നാൻ സ്നാപകൻ തടവിലായി ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. തന്നെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കഴിഞ്ഞു. ഇതാ ലോകത്തിന്റെ പാപത്തിന്റെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞ് തന്റെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്കും തന്റെ അടുത്തുകൂടിയ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷമായിട്ട് നമുക്കറിയാം, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കഴിഞ്ഞു, അവനെ തടവിലാക്കി എന്നറിഞ്ഞപ്പോൾ കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. 30-ാമത്തെ വയസ്സിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. കർത്താവിന്റെ മെയിൻ പ്രസംഗം എന്നുള്ളത്, എന്നാൽ മർക്കോസ് സുവിശേഷം 1:14-15 വാക്യത്തിൽ, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ പ്രസംഗിക്കുവീൻ എന്നുള്ള മാനസാന്തരത്തിന്റെ ദൂത്, ദൈവരാജ്യത്തിന്റെ ദൂത് കർത്താവായ യേശു ക്രിസ്തു ഗലീല നാട്ടിലും ഗലീല കടലിന് തീരത്തും ഒക്കെ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കർത്താവ് തന്നെ ശുശ്രൂഷ ആരംഭിച്ച് ഈ ദൈവത്തിന്റെ വചനം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്നുള്ള ആ മെസ്സേജ്, ആ പ്രസംഗം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഗലീലക്കടത്തൂടെ പോകുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, കർത്താവ് ഗനസരത്ത് തടാകത്തിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ തിബരിയോസ് കടല്, ഗലീല കടല്, ഗനസരത്ത് തടാകം എന്ന് പറയുന്നതെല്ലാം ഒരു തടാകത്തിന്റെ പേരാ, ഗലീലക്കടലിന്റെ പേരാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഗലീലക്കടലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് അന്ന് 13 മൈൽ നീളവും 8 മൈൽ വീതിയുമുണ്ട്. സൗന്ദര്യത്തിൽ നിന്ന് 650 അടി താഴെയാണ് ഇതിന്റെ കിടപ്പ്. അന്ന് ഇതിന്റെ പ്രദേശത്ത് അധികം ജനവാസമില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ കാലത്ത് ഇതിന്റെ കരയിൽ 9 ടൗൺഷിപ്പുകളും 15,000-ൽ കുറയാതെ ജനസംഖ്യയും ഉണ്ടായിരുന്നു. ഈ കടലിൽ അന്ന് 22 ഇനം തരത്തിലുള്ള മീനുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ സമയം നമ്മൾ ചിന്തിച്ചോണം, ഈ ശിമയോൻ പത്രോസ് എന്ത് ചെയ്തു? സന്ധ്യ മുതൽ നേരം വെളുക്കുന്നിടം വരെ മീൻ വീശി. നമുക്കറിയാം, മുക്കുടുംബത്തിൽ പിറന്നവനാണ് പത്രോസ്. എന്നാൽ അന്ന് രാത്രി സന്ധ്യ മുതൽ നേരം വരെ വല വീശിയിട്ട് ഒരു മീനും അവന്റെ വലയിൽ കയറിയില്ല. ക്രൈസ്തൽ അത് വളരെ ദുഃഖമുണ്ട്. കാരണം അവന് ഭാര്യയുണ്ട്, കുട്ടികളെ കുറിച്ച് എനിക്കറിയില്ല, അവിടെ കുട്ടികളും കാണാം, അവന് അമ്മായിയമ്മയുണ്ട്, ഒരു കുടുംബത്തെ പുലർത്തേണ്ട ചുമതല പത്രോസിനുണ്ട്. ആ പത്രോസ് നേരം വെളുത്ത വളരെ ദുഃഖിതനായി പടമൊക്കെ കഴുകി വലയൊക്കെ കഴുകി ഒരു 10-11 മണിയാന്ന് വിചാരിച്ചു. രാത്രി ഉറങ്ങാതെ നേരം വെളുത്ത ഒന്നും കിട്ടിയില്ല, നിരാശനാണ്. ആ സമയത്ത് വീട്ടിൽ പോയി ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം, സമാധാനത്തോടെ പോകാൻ പറ്റത്തില്ല, ഒരു മീനും കയ്യിലില്ല. ആ സമയത്ത് ക്ഷീണിതനായി നിൽക്കുന്ന പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നിന്റെ പട എനിക്കൊന്ന് തരാമോ? യേശു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ പത്രോസ്, ക്ഷീണിതനായി നിൽക്കുന്ന പത്രോസ് ആണെങ്കിലും എന്ത് ചെയ്തു? അവൻ സന്തോഷത്തോടെ അത് കൊടുത്തു. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ഈ പടകിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഈ പടകിനൊരു പ്രത്യേകതയുണ്ട്.
ഈ പടയെ കുറിച്ച് പറയുന്ന പാട്ട് ഞാൻ പറയട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ അവൻ തിരഞ്ഞെടുത്ത പല സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഞാൻ നിങ്ങൾ പറയാം, അവൻ ഭവനങ്ങളിൽ അവന് ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ സിനഗോഗുകളിൽ, പള്ളികളിൽ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. അവൻ ദേവാലയത്തിൽ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. അവൻ പർവ്വതത്തിൽ ഇരുന്ന് ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ മരുഭൂമിയിൽ ഇരുന്ന് ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. ശ്മശാനത്തിൽ അവൻ ദൈവവചന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ നോക്കുമ്പോൾ ആരും കയറാത്ത മീൻ പടകിലും കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്തു. ദൈവമക്കളെ ചിന്തിച്ച ഇന്നത്തെയൊക്കെ കാലത്ത് ദൈവവചനം പ്രസംഗിക്കണമെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് പൈസ സ്റ്റേജിന് വേണ്ടി കൊടുക്കണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ആരാധന പുരുഷൻ. അവനെ നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ സ്റ്റേജിന് ഒരു പൈസയും കൊടുക്കേണ്ടി വന്നില്ല. നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ കൂട്ട് പൈസ മുടക്കൊന്നുമില്ല. എന്താണ് സിനഗോഗിൽ കിട്ടിയ സ്ഥലങ്ങൾ, ഭവനങ്ങള്, പിന്നെ നമ്മൾ നോക്കും സിനഗോഗ്, ദേവാലയം, പിന്നെ പർവ്വതം, മരുഭൂമി, ശ്മശാനം, കൂടാതെ ആരും കയറാത്ത മീൻ പടവ് വരെ കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായി വചനം പ്രസംഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊരു കാര്യം ചിന്തിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുശ്രൂഷ തുടങ്ങുമ്പോൾ വലിയൊരു കൂട്ടം ജനം യേശുവിന്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് കടന്നു വന്നു. അതിനെ മൂന്നായിട്ട് ഞാൻ തിരിക്കുകയാണ്. ഒന്ന്, വലിയ പുരുഷാരം. എന്തിനാണ് കടന്നു വന്നത്? ദൈവവചനം കേൾക്കണം, പ്രസംഗിയനെ മാർക്കിടണം, ആഹാരം ഭക്ഷിക്കണം, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, അത്ഭുതം ചെയ്യുന്നത് കാണാൻ. പിന്നെ കുറ്റം കണ്ടുപിടിച്ച് പരീശന്മാരോടും മഹാവന്മാരോടും യേശുവിനെ പറ്റി പറയാൻ വലിയ പുരുഷാരം. രണ്ടാമതൊരു ഗ്രൂപ്പുണ്ട്, 70 പേര്. അവർ യേശു രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്ന് പറയുമ്പോൾ, വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പറയുമ്പോൾ, എന്റെ ശരീരം ഭക്ഷിക്കാതെയും എന്റെ മാംസം തിന്നാതെ എന്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവന് നിത്യവനില്ല എന്ന് പറയുമ്പോൾ ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് വചനമനുസരിക്കാതെ വിട്ടുപോകുന്നു. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവരാണ് 12 ശിഷ്യന്മാർ. സ്തോത്രം. കർത്താവിനോട് ചോദിച്ചു, നിനക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പോൾ പത്രോസ് ചോദിച്ചു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഈ കാലഘട്ടത്തിലും ദൈവമക്കളെ ഈ 3 കൂട്ടം ജനത്തെ ആത്മകോളത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയും. വലിയ പുരുഷാർ 70 പേര്, 12 പേര്. പ്രൈസ് ദി ലോർഡ്. സകലരും വിട്ടുപോയാലും ഒരു ചെറിയ കൂട്ടം ജനം കർത്താവിനോട് പറ്റി നിൽക്കുകയാണ്. ദൈവം പറയുന്നു, സന്ദേശ സഭയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അവിടെ ഉറങ്ങുന്ന വിശ്വാസികളുണ്ട്, മരിക്കാറായ വിശ്വാസികളുണ്ട്, ക്ഷീണിച്ചവരുണ്ട്, പ്രവൃത്തി പൂർണ്ണതയില്ലാത്ത വിശ്വാസികളുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ആ സഭയോട് പറയുന്നു, എങ്കിലോ ഉടുപ്പുമലമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ദുഷ്കാലമാണ്. ശത്രു ദൈവമക്കളെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവമക്കൾ ഉടുപ്പ് മലിനമാകാതെ, കഷ്ടത വന്നാലും പ്രയാസം വന്നാലും നിന്ന വന്നാലും ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവിനോട് പറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാലാകാലങ്ങളിലായി ലോകത്തിന്റെ എമ്പാടും കർത്താവ് ശേഷിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് ക്ഷീണിച്ചു നിൽക്കുന്ന, ഉറങ്ങാൻ വീട്ടിലേക്ക് പോയി ഉറങ്ങണം, പിന്നെ സമാധാനമില്ല, കാരണം ഒരു മീനും കിട്ടിയിട്ടില്ല, സമയം വേലുറച്ചു, 10-11 മണി സമയമായി. ആ സമയത്ത് യേശു ചോദിക്കുന്നു, പത്രോസേ, ഈ പടക് എനിക്ക് തരുമോ? പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഈ പടകിനെ പറ്റി ചിന്തിക്കുമ്പോൾ? ആരും കയറാത്ത പടക്, മാന്യന്മാരായ വ്യക്തികൾ കയറാത്ത പടക്. പ്രൈസ് ദി ലോർഡ്. ഈച്ചയുള്ള പടക്, നാറ്റമുള്ള പടക്. കർത്താവ് ചോദിച്ച ആ പടകാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെ ആർക്കും വേണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ധകാരത്തിൽ കിടന്നവർ, ദുർസ്വഭാവത്തിന് അടിമയായിരുന്നവർ, പ്രൈസ് ദി ലോർഡ്, ഇവൻ ഗുണമാകയില്ല എന്ന് പറഞ്ഞവർ, പ്രൈസ് ദി ലോർഡ്, നമ്മൾക്കൊരു നന്മയും വരിയില്ല എന്ന് പറഞ്ഞ് അനേകരും പറഞ്ഞു. അങ്ങനെയുള്ള പടക്, നാറ്റം പിടിച്ച പടക്, മാന്യന്മാരായ ആളുകൾ മൂക്കൂത്തുന്ന പടക്. അതുപോലുള്ള അവസ്ഥയിൽ നസ്രയനായ യേശു ചോദിച്ചു, ഈ നാറ്റമുള്ള പടക് എനിക്ക് തരുമോ? പ്രൈസ് ദി ലോർഡ്. പത്രോസ് ആ പടക് കൊടുത്തു. മാന്യന്മാരായ വ്യക്തി കയറാത്ത പടകിൽ യേശു കയറി.
ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഒരിക്കൽ ഞാൻ അന്ധകാരത്തിലായിരുന്നു, ദുർസ്വഭാവത്തിന് അടിമയായിരുന്നു, എന്നെ ആർക്കും വേണ്ടായിരുന്നു. എങ്കിലും നസ്രയന്റെ സ്നേഹം എന്നെ തേടി വന്നു. ഈ നാറ്റം പിടിച്ച പടകിൽ യേശു കയറി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ശിവനോട് എന്താ പറയുന്നത്? ഈ നാറ്റമുള്ള പടകിൽ യേശു കയറി. അത് മാത്രമല്ല, വേറൊരു കാര്യവുമുണ്ട്. അവിടെ 2 പടകുണ്ടായിരുന്നു. എന്നാൽ ഒരു പടകിനെ വിട്ടിട്ട് ഈ നാറ്റമുള്ള പത്രോസിന്റെ പടയിൽ, ക്ഷീണിതനാ നിൽക്കുന്ന ഈ പത്രോസിന്റെ പടയിലാണ് യേശു കയറിയത്. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവവചനത്തിൽ കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യത്തിൽ ആ സമയത്ത് യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിന് ഭൂമിക്കും കർത്താവായുള്ളവേ, നീതിജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും കണ്ടിട്ടല്ല സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിച്ചത്. 1 കൊരിന്ത്യർ 1:26 മുതൽ 31 വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായക്കാരൻ ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നിർദിഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനെ. ദൈവമക്കളെ, നമ്മുടെ വിളിയാണ് കുലഹീനരായവരെ, നിൽകൃഷ്ടരായവരെ, ആർക്കും വേണ്ടാത്തവരെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ സ്നേഹം. ഈ നാറ്റുള്ള പടകിലേക്ക് യേശു വന്നു. യേശു വന്നിട്ട് യേശു എന്താണ് പറയുന്നത്? ഇവിടെ ഓർത്ത് നോക്കിക്കേ. യേശു ഈ പടകിൽ കയറിയിട്ട് ശിമയോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശിമയോനെ, നീ അല്പം എന്ത് ചെയ്യണം? അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ശിമയോനെ, ആ കരയിൽ നിന്ന് പടക് അല്പം മുമ്പോട്ട്, കരയിൽ നിന്ന് അല്പം മുമ്പോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ കരയിൽ കിടക്കുന്ന പടകിലാ കർത്താവ് നിൽക്കുന്നത്. അതിലേക്ക് കയറി, കരയുടെ അടുത്ത് കിടക്കുകയാണ്. യേശു പടകിൽ കയറി കഴിഞ്ഞപ്പോൾ ശിമയോട് പറഞ്ഞു, ഈ പടക് ഇങ്ങനെ കിടക്കാൻ പാടില്ല, ഇത് കരയിൽ നിന്ന് അല്പം വെള്ളത്തിലേക്ക് നീക്കണം. നാറ്റമുള്ളൊരു പടകിൽ ക്രിസ്തു കയറിയാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആർക്കും വേണ്ടാത്തവന്റെ ഉള്ളിൽ കർത്താവ് വന്നാൽ, പ്രൈസ് ദി ലോർഡ്, സ്ഥിതിക്ക് മാറ്റമുണ്ട്. എന്താണ്? ആ നിൽക്കുന്ന നിലപ്പിൽ നിൽക്കത്തില്ല, കരയിൽ നീങ്ങി അല്പം അങ്ങോട്ട് മാറ്റി. ദൈവം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരയിൽ നിന്ന് നീക്കി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് വന്നാൽ അത് മറ്റുള്ളവർ കാണുവാനുണ്ട്, കേൾക്കുവാനുണ്ട്. കരയിൽ നിന്ന് നീങ്ങി, കരയുടെ അനുഭവം മാറി. എന്നിട്ട് കരയിൽ നിന്ന് മാറ്റിയപ്പോൾ ആ കർത്താവ് കാണുന്നത്, കർത്താവ് പുരുഷാരത്തോട് പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആർക്കും വേണ്ടാത്ത പടകിൽ യേശു കയറി. ജീവിതം മാറി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. കരയിൽ നിന്ന് നീങ്ങി പഴയ അനുഭവത്തോടെ യാത്ര പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? അല്പം നീങ്ങിയതിനു ശേഷം ഒരു അത്ഭുതം നടക്കുകയാണ്. ഈ നാറ്റമുള്ള പടകിൽ യേശു കയറിയപ്പോൾ കരയിൽ നിന്ന് നീങ്ങി വലിയ മാറ്റം വന്നിട്ട് ഇപ്പോൾ ഈ പടകിലിരുന്ന് യേശു പ്രസംഗിക്കുന്നു. നാറ്റമുള്ള പടകിനെ ഒരു യേശുവിന്റെ പ്രസംഗ പടവായി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിനു വേണ്ടി നേരെ നിന്നാൽ, ദൈവത്തിനു വേണ്ടി നമ്മൾ വിശുദ്ധിയിൽ കർത്താവിനെ പിൻപറ്റിയാൽ, ദൈവത്തിനൊരു വാക്യമുണ്ട്, നമ്മളെ ദ്വേഷിക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടത് നന്മയ്ക്കായി ഒരടയാളം തരുന്ന ദൈവമാണ്. അതാണ് 23-ാം സംഘത്തിൽ പറയുന്ന കാര്യം. എന്റെ ശത്രുക്കൾ കാണേ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. കരയിൽ നിന്ന് നീക്കിയപ്പോൾ, മറ്റുള്ളവർ നോക്കിയപ്പോൾ, പുരുഷാരത്തെത്തുമ്പോൾ ഈ നാറ്റം പിടിച്ച പടകൊന്നും തള്ളിയതായ ഒരു മനുഷ്യർക്കും വേണ്ടാത്ത ഈ പടകിൽ നിന്ന് പ്രസംഗമാണ് കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല,
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നു പുരുഷാരത്തോടെ സംസാരിക്കുന്ന പടക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല ദൈവമക്കളും ക്രിസ്തു ഉള്ളത്തിൽ വന്നിട്ട് കരയുടെ അനുഭവത്തിൽ മാത്രമാണ് കിടക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യട്ടെ. പണ്ടത്തെ കാലത്ത് നടന്നതായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പഴയ കാര്യമാണിത്. പണ്ട് 2 യുവ സഹോദരന്മാർ കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് സ്കൂളിൽ പോവുകയും കോളേജിൽ പോവുകയും ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന 2 യുവ സഹോദരന്മാർ. പുഴയുടെ പക്കത്ത് അവരുടെ വീട്. അവരെന്ത് ചെയ്തു? സന്ധ്യാസമയത്ത് അവരുടെ പടകിൽ, അവരുടെ വള്ളത്തിൽ, അവർ ആ പുഴയുടെ മറു സൈഡിലുള്ള ഹോട്ടലിൽ, വലിയ റെസ്റ്റോറന്റിൽ കയറി അവർ പോയി ആഹാരം കഴിച്ചു മദ്യപിച്ചു. അങ്ങനെ ഒരു മദ്യപിച്ച് ഉല്ലസിച്ചതിന് ശേഷം അവർ അർദ്ധരാത്രിയോടുകൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. രണ്ടുപേരും വീട് അടുത്തെടുത്ത അവർ ഈ വള്ളത്തിൽ കയറി അവിടെ തുഴയുകയാണ്. തുഴഞ്ഞു രണ്ടുപേരും മദ്യലഹരില്ല. തുഴയുകയാണ്. രാത്രി മുഴുവൻ തുഴഞ്ഞിട്ടും നിങ്ങറിയാമോ, നേരം വെളുത്ത് സുബോധം വന്നപ്പോൾ അവിടെ തന്നെ കിടക്കുകയാണ്. ഒരു അടി പോലും വെള്ളം പോയില്ല. രാത്രി മുഴുവൻ തുഴഞ്ഞ് കരയിൽ കിടക്കുക. കാരണം കരയിൽ അവരൊരു കയറിൽ ഈ വഞ്ചി കെട്ടിയിട്ടിരിക്കാൻ ആ ബന്ധം വിട്ടില്ല. ഇന്ന് ദൈവമക്കളായി നമ്മളൊക്കെ പറയും ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും പഴയ സ്വഭാവത്തോട് യാത്ര പറയാറില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അങ്ങനെയല്ല, കരയെന്ന് നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കരയെന്ന് നീങ്ങി കഴിഞ്ഞപ്പോൾ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്ന പടകായി ഇത് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്കറിയാം. എന്നിട്ട് അവിടെ നിന്നിട്ടില്ല. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ തുടങ്ങി. പത്രോസേ, സമയം 11 മണി 12 മണിയൊക്കെ ആയി. നിങ്ങളൊന്നും ചിന്തിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായിട്ടാ. നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ബുദ്ധിയോട് ചില കാര്യങ്ങളൊക്കെ കുറിച്ചു വെക്കും. അങ്ങനെയല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ഒരു മുക്കുവനോട് പറയുക, ഉച്ച കഴിഞ്ഞ സമയത്ത് പറയുക, ശിമയോനെ, നീ കരയെന്ന് നീക്കി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നീ ഈ പടയിൽ ഞാൻ പ്രസംഗിക്കുന്നു. ഇനി ഒരു കാര്യം ചെയ്യണം. സ്തോത്രം. നിനക്കൊന്നും കിട്ടിയില്ല. ആഴത്തിലേക്ക് നീക്കി വലകളെ ഇറക്കുക. ഇംഗ്ലീഷിൽ വലകളെന്ന നെറ്റ്സ് എന്ന. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ചിന്തിക്കണം. ആഴത്തിലേക്ക് നീക്കി വലകളെ ഇറക്കുക. എന്തൊരർത്ഥമാ? കരയെ കണ്ട പടക് കരയിൽ നിന്ന് നീങ്ങി യേശുവിന്റെ പടകായി, യേശുവിനെ പ്രസംഗിക്കുന്ന പടകായി പ്രസംഗം കഴിഞ്ഞപ്പോൾ യേശു പറയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആഴത്തിലെ അനുഭവം ഒരു ദൈവ പൈതലിന്. കരയിലെ അനുഭവം ഉണ്ട്, വെള്ളത്തിലെ അനുഭവം ഉണ്ട്. ആഴത്തിലേക്ക് നീക്കുക. എന്താ ഇതിന്റെ അർത്ഥം? എന്താണ് ദൈവമക്കളെ ഇതിന്റെ അർത്ഥം? ആത്മീയത്തിൽ നമുക്കൊരു ആഴത്തിന്റെ അനുഭവം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത് പറയുന്നതിന് മുമ്പേ ആ സമയത്ത് ഈ ഗലീലക്കടലിലെ സകല മീനെയും എവിടൊക്കെ ഉണ്ടെന്ന് അരച്ചു കുറിച്ചറിയാവുന്ന പത്രോസ് പറഞ്ഞു, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ബഹുപുരുഷാരത്തിന് മുമ്പിൽ വെച്ചാണ് പത്രോസ് പറയുന്നത്, നാഥാ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. നമ്മുടെ വേദന കർത്താവിനോട് പറയണം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. ദൈവമക്കളെ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, നിസ്സഹായത അവസ്ഥ. എനിക്കൊന്നും, ഒരു മുക്കവൻ അത് പറയാൻ മടിയാ, പക്ഷെ ഞാൻ പറയാം, എനിക്കൊന്നും കിട്ടിയില്ല. ദൈവമക്കളായി നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു പാസ്റ്ററാണ്. എന്താണ്? കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ദൈവമക്കളെ, ആ പ്രാർത്ഥന ഒരിക്കലും ശരിയല്ല. നമ്മൾ അറിയാതെ ഒരു പാപവും ചെയ്തിട്ടില്ല. ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ ഇന്ന പാപം ചെയ്തു, അതെന്നോട് ക്ഷമിക്കണം. ഇവിടെ പറയുന്ന, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അനുഗ്രഹം വേണമെങ്കിൽ ഉള്ള അവസ്ഥ കർത്താവിനോട് പറയണം. പത്രോസ് അത് പറഞ്ഞു. നിൽക്കട്ടെ, നാട്ടിൽ പണ്ട് നടന്നൊരു സംഭവം, എന്റെയൊക്കെ കുട്ടിനാളുകൾ, എന്താ 10-40 വർഷം മുമ്പത്തെ ഒരു സംഭവം, 40 വർഷം മുമ്പത്തെ ഒരു സംഭവം ഞാൻ നിങ്ങൾ പറയാം. അന്ന് മോട്ടോർ സൈക്കിളോ സ്കൂട്ടറോ ഇല്ലാത്തൊരു കാലം നാട്ടിലുണ്ടായിരുന്നു. അന്ന് ഒരാൾ വലിയ ധനവാനായ മനുഷ്യൻ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. അപ്പൊ അവിടുത്തെ യൗവനക്കാരനായ ചെറുക്കൻ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ മോട്ടോർ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത
അവന്റെ കൂട്ടുകാരനെ കയറ്റി വലിയ ഓവർ സ്പീഡിൽ ഇത് ഓടിച്ചോണ്ട് പോയി. ഓവർ സ്പീഡ് കാരണം പണ്ടത്തെ കാലത്തെ സംഭവം കേട്ടോ. ഇന്നിപ്പം മോട്ടോർ സൈക്കിൾ പല പല കാറുകളാണ് വീടുകളിലും നാട്ടിലൊക്കെ ഉള്ളത്. അങ്ങനെ ഓടിച്ചോണ്ട് പോയി രണ്ടുപേരും മറിഞ്ഞ്, മോട്ടോർ സൈക്കിൾ മറിഞ്ഞ് രണ്ടുപേരും തെറിച്ചു പോയപ്പോ രണ്ടുപേരുടെയും കാല് പൊക്കാൻ വയ്യ. അപ്പൊ അതിന്റെ പുറകെ ഒരു സൈക്കിളില് നമുക്കറിയാമല്ലോ തിരുമശാലയിൽ ഒരു വൈദ്യം വരിക. അപ്പൊ അതിന്റെ അടുത്ത പുള്ളിയുടെ വൈദ്യശാല, തിരുമുന്ന വൈദ്യശാല, നിങ്ങൾക്കറിയാമല്ലോ പണ്ടത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് മരവിപ്പിക്കുന്ന പരിപാടി ഒന്നുമില്ല, പിടിച്ചു കെട്ടി ഇങ്ങനെ ഒക്കെ വരുന്ന പരിപാടിയാണല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആളുകളെ വിളിച്ചു കൂട്ടി രണ്ടുപേരെ എടുത്തുകൊണ്ട് ഈ തിരുമശാലയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം തന്നെയാ വൈദ്യൻ. അങ്ങനെ ആളുകളെല്ലാം കൊണ്ടുപോയി നോക്കിയപ്പോ രണ്ടുപേരുടെയും വലത്തെ സൈഡ് ഇങ്ങനെ തുടയിൽ ഒടിഞ്ഞുപോയി. നിങ്ങൾക്കറിയാമോ, ഒരാളെ അവിടെ ഇരുത്തി രണ്ടുപേര് എടുത്തോണ്ട് പോയി. ഇവനെ ആ വൈദ്യന്റെ ആ മുറി വെച്ച് ആ കാലെല്ലാം തിരുമി എല്ലൊക്കെ പിടിച്ചിടാനായിട്ട് രണ്ട് മണിക്കൂർ എടുത്തു. അവര് തിരുമി ഇവൻ അയ്യം വിളിച്ച് നിലവിളിയാ, മറ്റൊന്ന് കേട്ടോണ്ടിരിക്കുക, അയ്യം വിളിച്ച് നിലവിളിച്ചു. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാലെല്ലാം വെച്ച് കെട്ടി നിലവിളിച്ചുകൊണ്ട്, നമുക്കറിയാമല്ലോ മരപ്പില്ല ചെയ്തതാണല്ലോ. അങ്ങനെ അവനെ അവനെ കൊണ്ടുവന്ന് അവിടെ തിണ്ണയിൽ ഇരുത്തിയിട്ട് മറ്റവനെ അവർ പിടിച്ചോണ്ട് പോയി. അപ്പൊ അവനോട് ചോദിച്ചു, അപ്പൊ ഇവനിങ്ങനെ ശ്രദ്ധിച്ചു, ഇവന്റെ നിലവിളി കേൾക്കാൻ വേണ്ടി. ആദ്യത്തവൻ അയ്യം വിളിച്ച് നിലവിളിച്ചു, ഇവനെ ഇതുപോലെ നിലവിളിക്കുമല്ലോ എന്നും കണ്ട് അവൻ ആ നിലവിളി കേൾക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമേ എല്ലാവരും, 2.5 മണിക്കൂർ ഉപരിയായി ഇവനെ ശുശ്രൂഷിച്ച് കാല് പിടിച്ചെടുത്തു. ഇവനെ 15 മിനിറ്റ് കൊണ്ട് ഒരു നിലവിളി ഇവൻ കേട്ടില്ല. ഇവനെ തിരിച്ചു കൊണ്ടുവന്നു. ഉടനെ ഇവൻ ചോദിച്ചേടാ, ഈ വൈദ്യൻ എന്തോ അഴുക്കും വൈദ്യനാ, എന്നെ വേദനിപ്പിച്ച് 2.5 മണിക്കൂർ നിന്റെ കാല ഒടിഞ്ഞിട്ട് നിന്നെ 15 മിനിറ്റോട് ഒരു നിലവിളി പോലും ഇല്ലാതെ നിന്നെ തിരിച്ച് ഇങ്ങനെ വിട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ കേൾക്കണം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എടാ, നിന്റെ നിലവിളി ഞാൻ കേട്ടു, എനിക്കത് സഹിപ്പാൻ വയ്യായിരുന്നു. അപ്പൊ എനിക്ക് ഇതുപോലത്തെ പ്രശ്നം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വലത്ത് കാലാ ഒടിഞ്ഞതെങ്കിലും നിന്റെ കൂട്ടെ ഞാൻ വൈദ്യനോട് പറഞ്ഞു എന്റെ ഇടത്തെ കാലാ ഒടിഞ്ഞെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങി വിട്ടു. ഇതുപോലാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. ഉള്ള അവസ്ഥ കർത്താവിന് പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വേദന സഹിക്കേണ്ടി വന്നാലും എന്തെല്ലാം പ്രശ്നം കടന്നു വന്നാലും സത്യത്തിന് സാക്ഷി നിൽക്കണം. ഹൃദയം തുറന്ന് കർത്താവിനോട് പറയണം, അനുഗ്രഹം പ്രാപിക്കും. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ശിമോനേ, ആഴത്തിലേക്ക് നീക്കി. ഉള്ളത് കർത്താവിനോട് പറഞ്ഞപ്പോൾ, അവന്റെ വേദന പറഞ്ഞപ്പോൾ, ദുഃഖം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ശിമോനേ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ സമയം തീർന്നല്ലോ, പെട്ടെന്ന് നിർത്താം. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. എനിക്കറിയാം എന്ത് സംഭവിച്ചു. ആഴത്തിന്റെ അനുഭവം ദൈവമക്കൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. കരയുടെ അനുഭവമല്ല, വെള്ളത്തിന്റെ അനുഭവമല്ല, ആഴത്തിന്റെ അനുഭവം. അതെന്താണെന്ന് ഇവിടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ആലയത്തിൽ നിന്ന് നദി പുറപ്പെടുകയാണ്. അപ്പോൾ ആ വെള്ളത്തെ പുറപ്പെടുന്ന നദി അളക്കുകയാണ്. അളന്നപ്പോൾ അതായത് ഇങ്ങനെ ആ നദി ഇങ്ങനെ അളക്കുമ്പോൾ നമുക്കറിയാം, ആ വ്യക്തിയെ വെള്ളത്തിൽ കൂടെ കടത്തി 1000 മുഴം അളന്നു നൽകിയിരിക്കുന്നു. അപ്പോൾ വെള്ളം നരിയാണോളമായി. അപ്പൊ നരിയാണോളമായപ്പോ അതിന്റെ അർത്ഥം ആത്മീയ ജീവിതത്തിൽ നരിയാണി എന്ന് പറഞ്ഞാൽ ഒരു നടപ്പിനെ കാണിക്കും. ദൈവപ്രകാരം ദൈവമക്കൾ നടക്കണം. 2, നമുക്കറിയാം, പിന്നെ 1000 മുഴം അളന്നു, അപ്പോൾ വെള്ളം മുട്ടോളമായി. അതിന്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. മുട്ടുമേൽ ദൈവപ്രകാരം നടക്കുന്ന ദൈവത്തിന്റെ പൈതൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞു, പിന്നെ 1000 മുഴം അളന്നു, അപ്പോൾ വെള്ളം അരയോളമായി. ദൈവമക്കളെ, ദൈവപ്രകാരം നടന്നാൽ, മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു ആഴത്തിന് അനുഭവമുണ്ട്. അരകെട്ടി ശുശ്രൂഷിക്കുക, ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മെ നടത്തും. അതിലും പിന്നെ 1000 മുഴം അളന്നു, പിന്നെ ആഴത്തിലേക്ക് ഇറക്കി. എനിക്ക് നടപ്പാൻ കഴിയത്തില്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത പ്രഭ. എന്റെ അർത്ഥം എന്താ? ഒരു വ്യക്തി നീന്തുമ്പോൾ തല മാത്രം പൊങ്ങിയിരിക്കും, ഉടൽ മുഴുവൻ വെള്ളത്തിന്റെ അടിയിലായിരിക്കണം. എന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഞാൻ കുറയട്ടെ, ക്രിസ്തു എന്നെ വരട്ടെ. തലയാർന്ന ക്രിസ്തുവിനെ മാത്രം ഉയർത്തും ആഴത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ. ആഴത്തിലാണ് പവിഴവും മുത്തും ഒക്കെ കിടക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. ആ അനുഭവം ഉണ്ടെങ്കിലേ ആഴത്തുള്ള മുത്തും പവിഴവും ഒക്കെ പെറുക്കാൻ പറ്റത്തുള്ളൂ. ആഴത്തിന്റെ അനുഭവം. ദൈവമക്കൾ ആഴത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? ആഴത്തിലേക്ക് നീക്കി വലയിറക്കി. പെരുത്ത മീൻകൂട്ടം ആഴത്തിൽ ഈ വലയിൽ കയറി. പ്രൈസ് ദി ലോർഡ്. ഉള്ള അവസ്ഥ
ആ പത്രോസ് പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് പെരുത്ത മേൻകൂട്ട വലയിൽ കയറി. പത്രോസ് തന്നെ വലിച്ചു കയറ്റത്തില്ല, അടുത്ത കൂട്ടാളികൾ കൂടെ വിളിച്ച് ആ വല അക്കരെ അവർ കരയ്ക്ക് കയറ്റിയപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിച്ചോണം, ഒരു വലകളെ ഇറക്കാനാ പറഞ്ഞ ആഴത്തിലേക്ക് ഒരു വല ഇറക്കിയുള്ളൂ. ആ ഒരു വല ഇറക്കിയപ്പോൾ ആ വല നിറച്ചു മീൻ കൊടുത്തപ്പോൾ 2 പടകിനെ നിറച്ചു. എന്നാൽ ആഴത്തിലേക്ക് വലകളെ ഇറക്കിയിരുന്നെങ്കിൽ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചേനെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വാക്കിനെ അനുസരിക്കുന്നവർക്കെല്ലാം ആണ് അനുഗ്രഹം കിട്ടുന്നത്. എന്റെ സമയം ഇവിടെ തീർന്നതുകൊണ്ട് ഞാൻ മെസ്സേജിന്റെ ഒരു കാൽഭാഗമേ പറഞ്ഞുള്ളൂ. ഈ വചനം ഞാൻ സമയത്തെ പാലിക്കേണ്ടതുകൊണ്ട് ഈ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷിനോടും ഈ ചിക്കാഗോ പ്രയർ ലൈനുള്ള എല്ലാ കർത്താവിന്റെ ദാസന്മാരോടും ദാസിമാരോടും ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ഇനി അവസരം കിട്ടിയാൽ ഇതിന്റെ ബാക്കി നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഷെയർ ചെയ്യാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ബഹറിലായിരുന്ന സമയത്ത് 29 വർഷം 2 ചർച്ചിലായിട്ട്, ഒരു ചർച്ചില് ഏകദേശം 800-1000 പേര്, മറ്റൊരു ചർച്ചിൽ ഞാൻ തുടങ്ങിയ കൂടി ഒരു 200 പേരുള്ള ഒരു ചർച്ച്, കൂടാതെ ഞാൻ ജോലി ഉണ്ടായിരുന്നു. അതുള്ള ബന്ധത്തിൽ 29 വർഷം 2 ചർച്ചിലായിട്ട് ഈ ഒരു ചർച്ചിൽ തന്നെ 29 വർഷം ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷമായിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. ഇവിടെ എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പുതിയ ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. പഴയ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പോകാറില്ല. പുതിയ ആത്മാക്കളെ നേടി അവരെ സ്വർഗത്തിൽ എത്തിക്കണം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ ധേവനായി നിർത്തേണ്ടതിന്, അതിനായി എന്റെ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം ഞാൻ പോരാടുന്നു. ആത്മാക്കളെ നേടുക, സഭയെ കൊണ്ടുവരിക, അവരെ ആത്മത്തിൽ എക്യൂപ്പ് ചെയ്ത് സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് എനിക്കുള്ളത്. ഞാൻ എൻ്റെ ചെറിയ വിശ്വാസത്തോട് ആദ്യം പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരാളെ ഞാൻ കണ്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിലവിളിക്കുന്നത് ഞാനായിരിക്കും. ഏറ്റവും അധികം ഞാൻ നിലവിളിക്കും. നിങ്ങളെല്ലാം ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് കരയും. പ്രൈസ് ദി ലോർഡ്. തുടർന്നും ദൈവമക്കളെ, പാവപ്പെട്ടവനായ അടിയനെ കർത്താവിന്റെ വേലയെ കുടുംബമായി വർദ്ധിച്ചു വരുവാനും പുതിയ ആത്മാക്കളെ നേടുവാനും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ സ്വർഗത്തിൽ ചെല്ലും, ആത്മാക്കൾ ചെല്ലുമ്പോൾ എനിക്ക് പ്രതിഫലം കിട്ടത്തില്ല, പക്ഷെ നിങ്ങൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ദൈവദാസൻ പാസ്റ്റർ അനീഷിനെയും ഈ ചിക്കാഗോ പ്രയർ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ദാസുമാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോഴെങ്കിൽ ജോർജ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടത്. കർത്താവിന്റെ ദാസന് വളരെ ശക്തമായിട്ടുള്ള തന്റെ ജീവിത സാക്ഷ്യം 1-2 മിനിറ്റേ പറഞ്ഞുള്ളെങ്കിലും, 1 മിനിറ്റ് പോലും പറഞ്ഞില്ലെങ്കിലും അത് എത്ര ശക്തമായിരുന്നു. കർത്താവിന്റെ നമുക്കറിയാം, പത്രോസിനോട് പറഞ്ഞ ആ പടകില് ഞാനൊന്ന് കയറിക്കോട്ടെ എന്ന് കർത്താവ് പറയാണ്. അതെങ്ങനെ? കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ മീൻ പിടിക്കുന്ന പടക്, മീൻ പിടിക്കുന്ന പടക് എത്ര നാറ്റം ഉള്ളതാണ്. നമ്മള് ഒരു മീൻ ചന്തയിലൊക്കെ ചെറുപ്പകാലത്ത് പോകുമ്പോൾ എന്തോ ഒരു നാറ്റം, അവിടുന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ആ പടകില് കർത്താവ് കയറിയപ്പോൾ എത്രയോ ആളുകൾക്ക് അനുഗ്രഹം ഉണ്ടായത്. അതിനുശേഷം പറഞ്ഞു, നീ ആ ആഴത്തിലേക്കൊന്ന് നീക്കിക്കേ, അങ്ങോട്ടൊന്ന് വലയൊന്നിട്ട്. പത്രോസിന് പറയാം, അയ്യോ, ഞാന് ജനിച്ച കാലം മുതൽ ഈ ഗലീലക്കടലിന്റെ തീരത്ത് ജീവിക്കുന്ന ആളാ. എനിക്ക് ഈ ഗലീലക്കടലിന്റെ ഓരോ മുക്കും മൂലയും ഓരോ ഇഞ്ചും എനിക്കറിയാം എന്ന് പറയാം. പക്ഷേ കർത്താവ് പറഞ്ഞ് അതുപോലെ അനുസരിച്ച പത്രോസിനെ കിട്ടിയത്. കർത്താവിദാസൻ പറഞ്ഞ പോലെ ഒരു വലയായിട്ടെങ്കിലും 2 പടക് നിറയെ ആണ് മീൻ കിട്ടിയത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പരിമിതികളായിരിക്കാം നമ്മൾ കാണുന്നത്, നമ്മുടെ സാഹചര്യങ്ങളായിരിക്കാം നമ്മൾ കാണുന്നത്. എന്നാൽ ആ കർത്താവിനെ നമ്മുടെ പടകിലൊന്ന് കയറ്റി കർത്താവ് പറയുന്ന എന്താണെങ്കിലും അതൊന്ന് അനുസരിച്ചാൽ നമ്മുടെ ആ അനുഗ്രഹം എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, എത്ര ആത്മാർത്ഥതയോടുകൂടെയാണ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ കൂടെ കർത്താവിലേക്ക് ഒന്ന് നയിക്കണം എന്നുള്ള ആഴമായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തോടെ. പിന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ എന്നെ വളരെ ആകർഷിച്ചു. ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ ചർച്ചിലെ ആളുകൾ അവിടെ ഇല്ലെങ്കിൽ അവിടെ നിന്ന് കാര്യം എത്ര ആത്മാർത്ഥതയോടും. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി ആ ഭാരത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമോ? എന്തെല്ലാം ഉണ്ടെങ്കിലും കർത്താവിന്റെ ദാസൻ എത്രയോ വർഷങ്ങൾ അധ്വാനിച്ചു. ഇവിടെ അമേരിക്കയിലാണെങ്കിൽ എന്തെല്ലാം സൗകര്യം. എന്നാൽ അതൊന്നും അല്ല വിഷയം. ഇതിലൊക്കെ ഉപരിയായിട്ട് ആത്മാക്കൾക്ക് വേണ്ടി ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് ആ വ്യക്തിയെ ചർച്ചയിൽ കൊണ്ടുവന്ന് ആ വ്യക്തി സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുക എന്നുള്ള ഒരു ആഴമായിട്ടുള്ള ആ ബോധ്യത്തോടുകൂടെ, ആ ഉൾക്കാഴ്ചയോടുകൂടെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ
ദാസനും കുടുംബത്തിനു വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ആ സുവിശേഷത്തെ വേല ചെയ്യുന്നതിന് ശക്തമായിട്ട് അനേകരെ ജാതി മത വർഗ വ്യത്യാസമില്ലാതെയാണ് കർത്താവിന്റെ ദാസന്റെ ചർച്ചിൽ ആളുകളുള്ളത്. അതുകൊണ്ട് അവരോടെല്ലാം കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ അനേകരെ ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് നയിക്കുന്നതിന് കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇന്ന് ഈ ഷിക്കാഗോ പ്രേരണയിൽ കർത്താവിന്റെ ദാസൻ വന്നതിലും വളരെ സന്തോഷം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറിയതോ വലുതോ, അന്ന് പത്രോസ് ഒരു ചെറിയ കാര്യമാണ് ചെയ്തത്. ആ പടക അങ്ങോട്ടൊന്ന് നീക്കാൻ പറഞ്ഞു. തന്റെ ജീവിതകാലം മുഴുവൻ പടക അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയായിരുന്നു പത്രോസിന്റെ ജോലി. കർത്താവിന്റെ വാക്ക് കേട്ട് ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് എത്ര വലിയ അനുഗ്രഹം അതിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആ മീൻപിടുത്തത്തിലൂടെയാണല്ലോ കർത്താവിനെ അനുഗമിക്കാനായിട്ട് പത്രോസ് തീരുമാനിച്ചത്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് ചെറിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്, അല്ല വലിയ കാര്യങ്ങളായിരിക്കും കർത്താവ് പറയുന്നത്. അതുപോലെ ചെയ്യാനായിട്ട് ഈ ദിവസങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് തന്റെ ആത്മാവ് മൂലം നമ്മെ അതിന് സഹായിക്കട്ടെ. ഏവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇപ്പോൾ മാത്യൂസ് വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് പോൾ ഗംഗാധര പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കാം. താങ്ക് യു.